ഈ ടയർ വണ്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെയൊക്കെ വണ്ടികളുടെ അവസ്ഥ, ഇതിന്റെയൊക്കെ ടയർ ഊരിക്കൊണ്ടുവന്ന ആളുകളെ നമ്മൾ എന്ത് വിളിക്കണം എന്ന് എനിക്കറിയില്ല. അവിടെയൊക്കെ അവിടെയൊക്കെ കിടക്കുന്ന ഒരു വണ്ടി, ആ വണ്ടിയൊക്കെ ടയർ ഊരിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഉള്ളത് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് അതിന്റെ ആരോ അതിന് മുകളിൽ പായിട്ട് കണ്ട ഈ ഒരു അവസ്ഥയിൽ. അപ്പൊ അത്രമാത്രം പൊന്നുപോലെ നോക്കുന്ന വണ്ടികളാണ് ഈ ടയറുകൾ ഊരിക്കൊണ്ടുവന്നത്. കണ്ട് കണ്ട് മനസ്സ് മരവിച്ച് നിൽക്കുന്ന ആളുകളാണ് അവരുടെയാണ് ഈ ടയറുകളൊക്കെ ഊരിക്കൊണ്ടുവന്നെന്നാ പറയുന്നത്. നമ്മളെ ഈ ഒരു വയനാട് ദുരന്തം വന്നപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരെ മനസ്സിലിരിപ്പൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. മനസ്സിലിരിപ്പ് എന്ന് പറയുമ്പോൾ അതായത് എല്ലാവരും അല്ല പറയും, ചിലവരെ മനസ്സിലിരിപ്പ്, അതുപോലെ ചിലവരെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇത്രയും ഇങ്ങനെയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ചിലവരെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കറയൊക്കെ ചിലവരൊക്കെ പുറത്ത് വരാൻ തുടത്തി. നമ്മളൊക്കെ കണ്ടത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ആരെയിലൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ലൊരു പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് മോശപ്പെട്ടിട്ടുള്ള ഒരു കമൻ്റൊക്കെ ഇട്ട് പോകണ ഒരുപാട് ആൾക്കാർ, അമ്മമാരൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ ഒരു ദുരന്തം വന്നതിന് ശേഷം. അതായത് അവിടുത്തെ കഷ്ടപ്പാടുകളും അവിടുത്തെ പ്രശ്നങ്ങളും അവിടുത്തെ ദുരിതങ്ങളും ഇനി അവിടെ ഉള്ളവർ ഇനി എങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാമെന്നും അറിയാതെ നിൽക്കുന്ന സമയത്തും ഇതുപോലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊക്കെ കണ്ട ദുരിതം, അതായത് ഉരുൾപൊട്ടലിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഒരു വീട് കുത്തി തുറന്ന കള്ളന്മാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീട് കുത്തി തുറന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. ഇതാണിപ്പോൾ അവിടുത്തെ അവസ്ഥ. ഇതിപ്പോൾ നമ്മളെ ഫിറോസ്കിയും പിന്നെ അമാതിരി ആരിഫ് ഭായൊക്കെ അവിടെ നേരിട്ട് കണ്ട കാഴ്ചയാണ്. നമ്മളെ ഫിറോസ്കിയും അതേമാതിരി അൻഫൽ ബ്രോയും പിന്നെ ആരിഫ് ഭായൊക്കെ അവിടെ ചെന്നപ്പോൾ നേരിട്ട് കണ്ട കുറച്ച് കാഴ്ചകളുണ്ട്. അത് അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇദ്ദേഹത്തിന്റെ വണ്ടിയാണിത്, ഈ കാണുന്നത് ഇദ്ദേഹത്തിന്റെ വണ്ടിയാണ്. ഈ വണ്ടിയിൽ നിന്ന് നടക്കുക, അതായത് ഇനി ഒന്നിനും പറ്റില്ല. എവിടെയോ ഉണ്ടായിരുന്ന വണ്ടി ഉരുണ്ട് വന്നിട്ടാണ് ഇത് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി ഇതൊന്നിനും പറ്റാത്ത രൂപത്തിൽ ആകെ 2 ടയർ ഉണ്ടായിരുന്നു, അത് മോഷ്ടിച്ച് ടയറുകളൊക്കെ അടിച്ചു കൊണ്ടുവന്ന്. സത്യത്തിൽ ഞങ്ങളിവിടെ വന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടുത്തെ ജീപ്പ് ഡ്രൈവർമാരാണ്, ഈ ഒരു ദുരന്തത്തിന് രക്ഷപ്പെട്ടു വന്നിട്ടുള്ള ഡ്രൈവർമാരാണ്. ആ ഒരു സമയത്താണ് ഒരു വീട് കുത്തിപ്പൊളിക്കാൻ വേണ്ടിയിട്ട് മോഷ്ടാവ് വന്നത്. അപ്പൊ ഈ ടയർ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ, അവരുടെ ഒക്കെ ഒരു അധോഗതി എന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും നിങ്ങളുടെ വണ്ടിയിൽ കിടക്കുന്നത്? എന്റെ വണ്ടി കിടക്കുന്നത്. ഇവർ നിങ്ങളൊക്കെ ഡ്രൈവേഴ്സാണ് എടുക്കുന്നത്? ആ എടുക്കുന്നത്. അതിൽ നിന്നൊക്കെ ടയർ ഇവരെ വീട് പോയി നഷ്ടപ്പെട്ട് പൊന്നുപോലെ കൊണ്ടുനടന്നീന വണ്ടി. ആ വണ്ടി എത്ര കിലോമീറ്റർ മാറിയിട്ട് ഇവിടെ വന്ന് ആ വണ്ടിയിൽ ആകെ ബാലൻസ് ഇല്ല ടയർ. ഇദ്ദേഹം പറയുന്നത് കുട്ടികളും മക്കളും ഇദ്ദേഹത്തിന്റെ വീട്ടിൽ സേഫാണ്. പക്ഷെ ഇനി ഒരു ഉപജീവന മാർഗം നടത്തണമെന്നുണ്ടെങ്കിൽ മൂപ്പർക്ക് വണ്ടിയില്ല. പട്ടിണിയാണ് ബ്രെഡ് കഴിച്ച് ജീവിച്ചിരുന്ന വീടുകളെ ഞങ്ങൾ കണ്ടിരുന്നു. അത് മാത്രമല്ല, ഇനിയാണ് പുനരധിവാസം. അതായത് ഇത്ര ആളുകളുണ്ടല്ലോ, ഇപ്പൊ ഇവർക്ക് വീട് വേണം. ഇനിയിപ്പോ ഇവർക്ക് തൊഴിൽ മാർഗം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവര് മറ്റുള്ളവരെ സഹായിക്കാനും കൂടി അവര് ഭാരപ്പെടുത്തും. ശരിക്കും ആരൊക്കെ ജീപ്പിട്ട് നിങ്ങൾ ജീപ്പിട്ട് പേരൊന്ന് പറയോ? ആസിഫ് എന്നാണ്. നിങ്ങളുടെ വണ്ടി ഏതാ? നമ്മുടെ വണ്ടിയാണ് കിടക്കുന്നത്. നമ്മുടെ വണ്ടിന്റെ ഒരു ടയർ മിസ്സിംഗ് ആണ്. ബാക്കിയുള്ള ടയറും കൂടി പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് കിട്ടിയ ടയറും കൊണ്ട് പോകാന്നുള്ള ലെവലിൽ വന്നതാണ്. ഒരു ടയർ ഇപ്പൊ നമ്മുടെ വണ്ടിയിൽ നിന്ന് കിട്ടിയത് അല്ല, നമ്മുടെ ടയർ 2 വണ്ടിയിൽ 3 ടയർ ബാലൻസ് കിട്ടി. ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവരൊക്കെ പറയുന്നത് ഇതിനി ലോൺ ഉണ്ട്, അത് അടക്കേണ്ടി വരുമോ എന്നുള്ള ഭയത്തിലാണ്. അല്ല, ഇങ്ങനെ ആളുകൾ ഉണ്ട് എന്നുള്ളത് ജനങ്ങൾ അറിയട്ടെ അല്ലേ? ഈ ദുരിതം നടക്കുന്ന സമയത്ത് ടയർ മോഷിച്ചിട്ട് പോകാന്ന് പറഞ്ഞാൽ ടയർ മോഷിച്ചിട്ട് വീട് കുത്തിപ്പൊളിക്കാൻ ശ്രമിക്കുക. നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇങ്ങനെ മനുഷ്യന്മാരുണ്ടോ. ലൈവായിട്ട് അവരിനടുത്ത ആൾ നിൽക്കുന്നത് അല്ല, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ഈ ഒരു അവസ്ഥയിൽ നിന്ന് ടയർ ഊരി കൊണ്ടുവന്ന അവസ്ഥ. എന്തായാലും ന്യൂസിലെ കണ്ടാലും നമുക്ക് വിശ്വാസം ഉണ്ടാവും. നമ്മൾ ലൈവിൽ നിൽക്കില്ല. കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ വണ്ടികളുടെ അവസ്ഥ, ഇതിന്റെയൊക്കെ ടയർ ഊരിക്കൊണ്ടുവന്ന ആളുകളെ നമ്മൾ എന്ത് വിളിക്കണം എന്ന് എനിക്കറിയില്ല. അവിടെയൊക്കെ അവിടെയൊക്കെ കിടക്കുന്ന ഒരു വണ്ടി, ആ വണ്ടിയൊക്കെ ടയർ ഊരിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഉള്ളത് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് അതിന്റെ ആരോ അതിന് മുകളിൽ പായിട്ട് കണ്ട ഈ ഒരു അവസ്ഥയിൽ. അപ്പൊ അത്രമാത്രം പൊന്നുപോലെ നോക്കുന്ന വണ്ടികളാണ് ഈ ടയറുകൾ ഊരിക്കൊണ്ടുവന്നത്. കണ്ടില്ലേ, നമ്മളെ അവിടുത്തെ ജനങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു സങ്കടം നമുക്ക് തോന്നുന്നത്. കാരണം അവരുടെ വാഹനം കിടക്കണ കോലം കണ്ടില്ലേ. അതിന് ഓൾറെഡി ചിലപ്പോൾ എന്താണ് EMI അടവ് അടച്ചും കൊണ്ടിരിക്കുക. കാരണം ഇനി ഉപജീവന മാർഗത്തിനായിട്ട് അടുത്തൊരു വാഹനം ഒരു വാങ്ങുക എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇനി അതിൻ്റെ ഒരു അടവും കാര്യങ്ങളും ഒരുപാട് തലയുടെ മുകളിൽ ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും ഇനി അവർക്ക് വരാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഇനി ജീവിക്കാനുള്ള അടുത്ത മാർഗം അവർക്ക് വീടില്ല, സ്ഥലമുള്ള എല്ലാം മുതലൊക്കെ എന്ത് ചെയ്തിരിക്കണു നഷ്ടപ്പെട്ടു പോയി. ഇനി എങ്ങനെയാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ള വിഷമത്തിലും സങ്കടത്തിലും നിൽക്കുകയാണ് അവരൊക്കെ. അവരുടെ ഉപജീവന മാർഗമായിട്ട് കൊണ്ടു നടക്കണം അവരുടെ വാഹനങ്ങൾ. ആ വാഹനങ്ങളുടെ ടയറൊക്കെ മോഷ്ടിച്ചു പോവുക ഏതോ കള്ള നായ്ക്കൾ. അങ്ങനെ തന്നെ പറയപ്പോൾ കള്ള പന്നികളെന്നൊക്കെ നമ്മൾ പറയില്ല, അതന്നെ കള്ള നായ്ക്കൾ എന്ത് ചെയ്യാണ്
അവിടുത്തെ വാഹനത്തിൻ്റെ ഒക്കെ ടയറുകളൊക്കെ ഊരിക്കൊണ്ട് ഇപ്പോൾ അവിടെ തന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഒരു 2 വണ്ടിക്ക് ഏകദേശം 8 ടയർ ഉണ്ടാവും. ഈ 8 ടയറിലത്തെ 2 ടയറോ 3 ടയറായിട്ടുള്ള ഇത്ര കിട്ടിക്കുന്നു. അപ്പോൾ 4-5 ടയർ മോഷ്ടിച്ച് കൊണ്ടേക്കണു. അപ്പോൾ ഇവരൊക്കെ എന്താണ്, ഇവരൊക്കെ മനസ്സിലിരിപ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഇവരൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ കൊണ്ടുപോകണവരൊക്കെ ഉള്ളിൻ്റെ അവസ്ഥ എന്താണ്? അത്രയും ഇങ്ങനെ ഇടങ്ങാറായി കിടക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ പറ്റിച്ച് കൊണ്ടുപോകുക പറഞ്ഞാൽ എന്താ അല്ലേ? ഇതിനാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ എന്താണ് ഒരു പാഞ്ചൊല്ല് പറയില്ലേ, ഈ പെര കത്തുമ്പോൾ വാഴ നടുക. അതുപോലെ തന്നെ നമ്മൾ പറയും മറ്റേ അമ്മക്ക് പ്രസവവേദന മകൾക്ക് വീണവായന എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു പാഞ്ചൊല്ലില്ലേ. അതൊക്കെ ഈ ഒരു സന്ദർഭത്തിനനുസരിച്ച് പറയേണ്ടത് തന്നെയാണ്. കാരണം ഇങ്ങനെ ഈ ദുരിതങ്ങളും പ്രശ്നങ്ങളും എന്താണ് ആൾക്കാർ അനുഭവിച്ചും കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടി ഓനിക്ക് എന്തായാലും വേണ്ടിയില്ല, ഞാൻ എങ്ങനെയൊക്കെ കഴിച്ചിലായ മതി എന്നും പറഞ്ഞിട്ടാണ് കുറേ ആൾക്കാർ ഇങ്ങനെ മുക്കി നടക്കുന്നത്. അപ്പോൾ ആ ദുരിതം, അതായത് ദുരന്തം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഒരു വീട് കുത്തി തുറന്നിട്ട് എന്താണ് കള്ളന്മാരതോ വീടിൻ്റെ അകത്ത് കയറി എന്നൊക്കെ പറയുന്നത് കേട്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ ഒരുപാട് ദുരിതം അല്ലെങ്കിൽ എന്താണ് ദുരിതം അനുഭവിച്ചവർ ഒരുപാട് മുതലുകൾ ആ മണ്ണിൻ്റെ അടിയിലൊക്കെ പെട്ടുക്കണു. ഇനിയിപ്പോൾ അത് ആർക്കൊക്കെ കിട്ടിയിക്കണു, ഇനി കിട്ടിയവരൊക്കെ ആരോടും പറയാതെ കൊണ്ടുപോയിക്കണു, അതൊന്നും ഇപ്പോൾ നമുക്കറിയില്ല. ചില നല്ല മനസ്സിലുള്ളവരൊക്കെ കിട്ടിയവരൊക്കെ എന്ത് ചെയ്തിക്കണു, അവിടെ ഏൽപ്പിച്ചിക്കണു. പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല, ഇങ്ങനത്തെയൊക്കെ ആൾക്കാർ അവിടെ ഈ സഹായത്തിനും അതേമാതിരി ആൾക്കാരെ രക്ഷാപ്രവർത്തനമൊക്കെ നിന്നവരൊക്കെ കയ്യിൽ ചിലവരൊക്കെ മനസ്സിലിരിപ്പോൾ എന്താണെന്ന് പറയാൻ പറ്റൂല. അവർക്കൊക്കെ കിട്ടിയത് ചിലവരൊക്കെ അവരെ വീട്ടിലേക്ക് കുടുംബത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അത് എങ്ങനെ കൊണ്ടുപോയാലും ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും മോഷ്ടിച്ച് അവർ കൊണ്ടുപോയിക്കൊണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഒരു കഴിഞ്ഞു പോകും, അതല്ലെങ്കിൽ നാളത്തെ ദിവസം കഴിഞ്ഞു പോകും. കുറച്ച് ദിവസമോ അല്ലെങ്കിൽ 1 മാസമോ ചിലപ്പോൾ 1 കൊല്ലോ അവർക്ക് അതിൻ്റെ എന്താണ് റിയാക്ഷൻ അവർക്ക് വന്നോളും. അതായത് അവരെന്താണ് അവർ ചെയ്തത്, ഇപ്പോൾ എന്ത് തെറ്റാണ് ചെയ്തത്, അത് കുറച്ച് കാലം കഴിയുമ്പോൾ അത് അവർക്ക് തിരിച്ചടിയായിട്ട് തന്നെ അവർക്ക് കിട്ടിക്കോളും. ഇപ്പോൾ ഒരു 1000 ഉറുപ്പ്യാണ് മോഷ്ടിക്കണമെങ്കിൽ ചിലപ്പോൾ അവർക്കത് 10,000 ഉറുപ്പ്യയുടെ നഷ്ടം അവർക്ക് അനുഭവിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ ചെയ്യണവർക്ക്. അതുകൊണ്ട് അർഹതപ്പെട്ട മുതൽ എടുക്കുക നമ്മൾ, അല്ലാതെ ആരാൻ്റെ മുതലെടുത്ത് നമ്മളത് കുടുംബത്തിൽ കൊണ്ട് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് തന്നെ അത് ദോഷം ചെയ്യും. അപ്പോൾ നമ്മളെ മുതൽ അല്ലെങ്കിൽ അർഹതപ്പെട്ട മുതലുകൊണ്ട് മാത്രം നമ്മൾ ജീവിക്കാൻ നോക്കുക. മറ്റുള്ളവൻ്റെ മുതലും കണ്ടിട്ട് നമ്മളത് കണ്ണു നട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അത് എന്ത് ചെയ്യണത്, അത് ദോഷമായി മാറുക.